നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. നിലം പതിച്ചു കൊക്കോ, പ്രതീക്ഷ തെറ്റിച്ച് ഏലക്ക വില. കൊക്കോ ഉൽപ്പാദന രാജ്യമായ ഐവറി കോസ്റ്റ് അവരുടെ വിളവ് സംബന്ധിച്ച് പുറത്തുവിട്ട കണക്കുകൾ ഇതര ഉൽപ്പാദക രാജ്യങ്ങളെ കണ്ണീരിലാക്കി. നടപ്പ് സീസണിൽ ഉൽപ്പാദനം നേരത്തെ കണക്ക് കൂട്ടിയതിലും വർദ്ധിക്കുമെന്ന വിവരം രാജ്യാന്തര വിപണിയെ പിടിച്ചുലച്ചു. 5 ദിവസത്തിനിടയിൽ കൊക്കോ വില ടണ്ണിന് $1000 ഇടിഞ്ഞ് 3767 നിലം പതിച്ചു. ജൂൺ വരെയുള്ള കാലയളവിൽ സൂപ്പർ എൽ നിനോ പ്രതിഭാസ സാധ്യതകൾ വരണ്ട കാലാവസ്ഥയ്ക്ക് ഇടയാക്കിയാൽ ഒക്ടോബറിലെ വിളവിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്നാണ് പശ്ചിമ ആഫ്രിക്കയിലെ ഇതര കൊക്കോ ഉൽപ്പാദന രാജ്യങ്ങളുടെ വിലയിരുത്തൽ. എൽ നിനോ ആശങ്കകൾക്കിടയിൽ വരും മാസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ കൊക്കോ വീണ്ടും വിലക്കയറ്റത്തിൻ്റെ പാതയിലേക്ക് തിരിയാൻ ഇടയുണ്ട്. സംസ്ഥാനത്ത് കൊക്കോ വില സ്റ്റഡിയാണ്. ഇന്ത്യൻ ചോക്ലേറ്റ് വ്യവസായികൾ ഏതാനും ആഴ്ചകളായി വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. കൊക്കോ പരിപ്പ് കിലോ 310 രൂപ. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിലെ മാന്ദ്യം കണ്ട് തായ്ലൻഡ് ഷീറ്റ് വില വീണ്ടും കുറച്ചു. ബാങ്കോക്കിൽ റബ്ബർ കിലോ 277 രൂപയായി താഴ്ന്നു. ജപ്പാൻ ഒസാക്കയിൽ കിലോ 415 യെന്നിൽ നീങ്ങുന്ന അവധിക്ക് 422 പ്രതിരോധമുള്ളതിനാൽ നിക്ഷേപകർ പുതിയ ബാധ്യതകൾക്ക് തയ്യാറാവാതെ വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നു. ഇതിനിടയിൽ മൺസൂൺ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വൈകാതെ മഴ സജീവമാക്കും. റബ്ബർ ഉൽപ്പാദന രംഗം ഉണർന്നാൽ ലാറ്റക്സ് ലഭ്യത വർദ്ധിക്കും. 2 ആഴ്ചയായി കിലോ 155 രൂപയായിരുന്ന ലാറ്റക്സ് ഇന്ന് 154 രൂപയായി ഇടിഞ്ഞു. 4ാം ഗ്രേഡ് കിലോ 3 രൂപ വീതം കുറഞ്ഞ് 260 വ്യാപാരം അവസാനിച്ചു. ഒറ്റ മാന്തോപ്പിൽ 300 ഇനം മാവുകൾ, മരങ്ങൾ തോറും പലതരം മാങ്ങകൾ. വിസ്മയക്കാഴ്ച. ആഭ്യന്തര വിദേശ ഇടപാടുകാർ ഏലക്കയിൽ താൽപ്പര്യം കാണിച്ചെങ്കിലും ഉൽപ്പാദകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വില മുന്നേറുന്നില്ല. ഇടുക്കിയിൽ നടന്ന ലേലത്തിൽ 47,315 കിലോഗ്രാം ചരക്ക് വന്നതിൽ 47,045 കിലോയും വിറ്റഴിഞ്ഞു. പെരുന്നാൾ ഡിമാൻഡ് മുന്നിൽ കണ്ട് ആഭ്യന്തര ഇടപാടുകാർ ചരക്ക് ശേഖരിച്ചു. അറബ് രാജ്യങ്ങൾ ഇതിനകം ഏലക്ക സംഭരണം പൂർത്തിയാക്കി. മികച്ച ഇനങ്ങൾ കിലോ 3,313 രൂപയിലും ശരാശരി ഇനങ്ങൾ കിലോ 2,417 രൂപയിലുമാണ്. അപ്പോൾ വളരെ സങ്കടകരമായ നിമിഷങ്ങളാണ്. നമ്മുടെ റബ്ബർ വില കുറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ റബ്ബർ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ വിൽക്കുന്നതായിരിക്കും ഇപ്പോൾ നല്ലത്. അപ്പോൾ നമ്മൾ ഈ വർഷം ആദ്യം മുതലേ തന്നെ നമ്മൾ കണ്ടതാണ്, കുറച്ച് നാൾ വില കുറയും, കുറച്ച് നാൾ വില കൂടും. ഇപ്പോൾ വില കുറയുന്ന ഒരു സമയമാണ്, അത് കഴിഞ്ഞിട്ട് വില കൂടും. അപ്പോൾ വില ആരെങ്കിലും അത്യാവശ്യക്കാർ കൊടുക്കാനുണ്ടെങ്കിൽ വിൽക്കേണ്ടതാണ്.